സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നത് ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നത് ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യമാണ് യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നത്. ഫെഡറൽ ബാങ്ക്. അടുത്ത ചോദ്യം മലങ്കര പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൊടുപുഴയാറിലാണ് മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയാറിലാണ്. ഏത് ജില്ലയിലാണ് മലങ്കര പദ്ധതി? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാറിലാണ് മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? PC മഹാലനോബിസ് ആണ് സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പ്രസിദ്ധീകരണത്തിന്റെ പേര് സംഖ്യ. ആരംഭിച്ചത് ആരാണ്? PC മഹാലനോബിസ്. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? എന്തിനെ സംബന്ധിക്കുന്ന നിയമം? പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരം ഉള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത്. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? എന്തിന്റെയാണ്? ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജീവകം സി. അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഏതാണ്? ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം. ഉടുമ്പന്നൂർ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ഉടുമ്പന്നൂർ ആദ്യത്തെ ജൈവ ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂർ. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു? രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1917 ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. 1917 ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ല. ചുവടെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏവ? തന്നിരിക്കുന്നത് ടെറ്റനസ്, സിഫിലിസ്, മിസിൽസ്, ടൈഫോയിഡ് എന്നിവയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാക്ടീരിയ രോഗങ്ങൾ ഏവ എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ടെറ്റനസ്, സിഫിലിസ്, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ടെറ്റനസ്, സിഫിലിസ്, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. മിസിൽസ് വൈറസ് പരത്തുന്നതാണ്. വൈറസ് രോഗമാണ് മിസിൽസ് വൈറസ് രോഗം. അടുത്ത ചോദ്യം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ പദാർത്ഥം? പ്രകാശ
സാന്ദ്രത. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയത് ഏതിനാണ്? വജ്രമാണ്. വജ്രം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയത് തന്നിരിക്കുന്നതിൽ വജ്രം. തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം. തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ ഉള്ള നിറം ഏത്? ചുവപ്പാണ്. ചുവപ്പാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം. അങ്ങനെയെങ്കിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം ഏതാണ്? ഏറ്റവും കുറഞ്ഞത് ഏതാണ്? വയലറ്റ് ആണ്. വയലറ്റ് ആണ് തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം. കൂടിയത് ചുവപ്പ്, കുറഞ്ഞത് വയലറ്റ്. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം അല്ലാത്ത രോഗം. ബാക്ടീരിയ മൂലം അല്ലാത്ത രോഗം ഇവിടെ തന്നിരിക്കുന്നു. ക്ഷയം, ആന്ത്രാക്സ്, പന്നിപ്പനി, കോളറ എന്നിവ. ഇതിൽ ബാക്ടീരിയ മൂലമല്ലാത്ത രോഗം ഏതാണ്? പന്നിപ്പനിയാണ്. ബാക്ടീരിയ മൂലമല്ലാത്ത രോഗം ഏതാണ്? പന്നിപ്പനിയാണ്. ത്വക്കിന് നിറം നൽകുന്നത്. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ ആണ്. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ. ഓസോൺ ദിനം ആചരിക്കുന്നത് എന്ന്? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ചാർജ് ഇല്ലാത്ത ചില കണങ്ങൾ ആറ്റത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ചാർജ് ഇല്ലാത്ത ചില കണങ്ങൾ ആറ്റത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. വാരണാസി ഏത് നദീതീരത്താണ്? വാരണാസി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഗംഗാ നദീതീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. വാരണാസി സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദീതീരത്താണ്. വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം രൂപപ്പെടുന്നതിന് ഡാഷ് കാരണമാകുന്നു. വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം രൂപപ്പെടുന്നതിന് ഡാഷ് കാരണമാകുന്നു. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഗ്ലോക്കോമ, അസ്റ്റിഗ്മാറ്റിസം, ഹ്രസ്വദൃഷ്ടി, നേത്ര ദർശനം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അസ്റ്റിഗ്മാറ്റിസം ആണ്. വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം രൂപപ്പെടുന്നത് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ്. പ്രകാശ തീവ്രത ക്യാൻഡലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്യാൻഡല. പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ക്യാൻഡല. വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് ശബ്ദ തരംഗങ്ങളെ ഡാഷ് ആക്കി മാറ്റിയാണ്. വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് ശബ്ദ തരംഗങ്ങളെ എന്താക്കി മാറ്റിയാണ്? പ്രകാശ തരംഗങ്ങളാക്കി മാറ്റിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രകാശ തരംഗങ്ങൾ. വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് ശബ്ദ തരംഗങ്ങളെ പ്രകാശ തരംഗങ്ങളാക്കി മാറ്റിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ലൂണി നദി. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? ഇന്ത്യ ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? നെല്ലാണ്. ഇന്ത്യ ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ല്. 1928 പെൻസിലിൻ കണ്ടുപിടിച്ചത് ആര്? പെൻസിലിൻ കണ്ടുപിടിച്ചത് 1928 പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. കൊറമാൻഡൽ തീരം എന്നറിയപ്പെടുന്നത്. കൊറമാൻഡൽ ഇവിടെ തന്നിരിക്കുന്നു. തമിഴ്നാട്, മലബാർ, കൊങ്കൺ, വടക്കൻ സിർക്കാസ്. അപ്പൊ കൊറമാൻഡൽ തീരം ഏതാണ്? തമിഴ്നാടാണ്. കൊറമാൻഡൽ തീരം ഏതാണ്? തമിഴ്നാടാണ്.
തമിഴ്നാട്. ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്, ഒരു പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ്? ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ്? ഗാമാരശ്മികളാണ് ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഗാമാരശ്മികൾ. ഫൈബർ ഓപ്റ്റിക്സിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഫൈബർ ഓപ്റ്റിക്സിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. പൂർണ്ണാന്തര പ്രതിഫലനം. ഫൈബർ ഓപ്റ്റിക്സിൽ പ്രകാശത്തിന്റെ പൂർണ്ണാന്തര പ്രതിഫലനമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്? ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് വീരാങ്കന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് വീരാങ്കന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ. വീരാങ്കന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ. നികുതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്? നികുതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 265 അനുച്ഛേദം 265 നികുതികളെ കുറിച്ച് പരാമർശിക്കുന്നു. അനുച്ഛേദം 265. മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ്. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ് മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്ന ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ കോൾ എന്നാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമാണ് ഗുഹാർ മോത്തി. താഴെ കൊടുത്തവയിൽ പ്രായപൂർത്തി വോട്ടവകാശവുമായി കൂടുതൽ യോജിക്കുന്ന പ്രസ്താവന ഏത്? പ്രായപൂർത്തി വോട്ടവകാശവുമായിട്ട് കൂടുതൽ യോജിക്കുന്ന പ്രസ്താവന. രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശമുണ്ട്. രാജ്യത്തെ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ വോട്ടവകാശമുണ്ട്. രാജ്യത്തെ ആദായ നികുതി അടയ്ക്കുന്ന എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. കൂടുതലായിട്ട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ വോട്ടവകാശം ഉണ്ട്. ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത്? ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം എവിടെയാണ്? വലത് ഓറിക്കളിലാണ്. വലത് ഓറിക്കൾ. ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം വലത് ഓറിക്കൾ. കുറിച്യ കലാപത്തിന്റെ കാരണം താഴെ കൊടുത്തതിൽ ഏതാണ്? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് എല്ലാമാണ്. കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി, അതുപോലെ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചു. ഇനി നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? അവർ പിടിച്ചെടുത്തു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ദില്ലി ചലോ പ്രസ്ഥാനം ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് 1940 ഒക്ടോബർ 17 സബർമതിയിൽ വെച്ചാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്.
കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി സത്യാഗ്രഹി കെ കേളപ്പനായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സബർമതിയിൽ വെച്ചാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ളത്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? പൗനാറിൽ നിന്നുമാണ്. പൗനാറിൽ നിന്നുമാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. പൗനാർ. അപ്പൊ ദില്ലി ചലോ പ്രസ്ഥാനം ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചതോ 1940 ഒക്ടോബർ 17 ശരിയാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ ആണ്. കെ കേളപ്പൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. താഴെ കൊടുത്തവയിൽ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഏത് ബാക്ടീരിയയാണ്? ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ മൂലമുണ്ടാകുന്നത് എലിപ്പനിയാണ്. എലിപ്പനി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം? നീല പ്ലസ് മഞ്ഞ. നീല പ്ലസ് മഞ്ഞ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏതാണ്? വെള്ള നിറമാണ്. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണമാണ് വെള്ളം. ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫീച്ചർ സിനിമ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫീച്ചർ സിനിമ എറൗണ്ട് ദി വേൾഡ് ആണ്. എറൗണ്ട് ദി വേൾഡ്. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത്? കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ദൃഷ്ടിപടലത്തിലാണ്. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ദൃഷ്ടിപടലത്തിലാണ്. മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി? മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. നവജീവൻ. മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. താഴെ പറയുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം ഏത്? ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം 1923. ഗാന്ധിജി 5 പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 1920, 25, 27, 34, 37. 1920, 1925, 1927, 1934, 1937 എന്നീ 5 വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രകാശത്തിന്റെ അപവർത്തനത്തിന് കാരണമാകുന്നത്? പ്രകാശത്തിന്റെ അപവർത്തനത്തിന് കാരണമാകുന്നത് എന്താണ്? സാന്ദ്രതാ വ്യത്യാസമാണ്. സാന്ദ്രതാ വ്യത്യാസമാണ് പ്രകാശത്തിന്റെ അപവർത്തനത്തിന് കാരണമാകുന്നത്. സാന്ദ്രതാ വ്യത്യാസം. ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആര്? ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ PJ ആന്റണിയാണ്. ഭരത് അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ PJ ആന്റണി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലോ ഗുജറാത്താണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ? ഏത് മരുഭൂമിയുടേതാണ്? താർ മരുഭൂമിയുടെ. താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ ഏതാണ്? ആരവല്ലി മലനിരകളാണ്. ആരവല്ലി നിരകളാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ്. സമത്വ സമാജം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആര് എന്ന് കമന്റ് ചെയ്യുക. സമത്വ സമാജം സ്ഥാപിച്ചത് ആര് എന്ന് കമന്റ് ചെയ്യുക.
ന്യൂട്രോൺ കണ്ടെത്തിയ വർഷം. ന്യൂട്രോൺ കണ്ടെത്തിയ വർഷം ഏതാണ്? 1932 1932 ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് നുബ്ര നദിയാണ്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദ 39A ആണ്. അനുച്ഛേദ 39A ആണ് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിന്റെ അയിരേത്? ടൈറ്റാനിയത്തിന്റെ അയിര് റൂട്ടേൽ ആണ്. റൂട്ടേൽ എന്തിന്റെ അയിരാണ്? ടൈറ്റാനിയത്തിന്റെ അയിരാണ് റൂട്ടേൽ. ഒരു സർക്യൂട്ടിലെ വൈദ്യുതി പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുതി പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അമ്മീറ്റർ ആണ്. അമ്മീറ്റർ. 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്ന പേര്. 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്നതാണ് ബ്ലാക്ക് ബജറ്റ്. ഏതാണ് വർഷക്കാലം? 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെട്ടതാണ് ബ്ലാക്ക് ബജറ്റ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ചത് ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിനാണ്? കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്ത് നിറം നൽകാനാണ്? ചുവപ്പ് നിറം നൽകാനാണ്. എറിത്രോസിൻ ചേർക്കുന്നത് ചുവപ്പ് നിറം നൽകാനാണ്. ചുവപ്പ് നിറം. ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടു? 61ാമത്തെ ഭേദഗതി പ്രകാരം വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 61ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം ഏത്? കൺകറന്റ് ലിസ്റ്റ്. ഓപ്ഷൻ സി ആണ് ആസൂത്രണമാണ്. ആസൂത്രണം വരുന്നത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ആസൂത്രണം. അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ അളവ് എത്രയാണ്? അന്തരീക്ഷ വായുവിലെ ആർഗണിന്റെ അളവ് 0.93%. 0.93% അന്തരീക്ഷ വായുവില് ആർഗണിന്റെ അളവ്. 0.93%. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? പൊലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? പൊലി. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട് ജില്ല. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര്. പേരാണ് റിപ്പബ്ലിക്. ഓപ്ഷൻ ബി റിപ്പബ്ലിക്. ഇന്ത്യ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച നൈക് അപ്പാച്ചെ റോക്കറ്റ് ലഭിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇന്ത്യ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച നൈക് അപ്പാച്ചെ റോക്കറ്റ് ലഭിച്ചത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? USA നിന്നുമാണ്. തീസ്ത, ഫെനി എന്നീ നദികളിലെ ജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ച്
ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത് ഏത് രാജ്യവുമായിട്ടാണ്? ഏതൊക്കെ നദികളിലെ ജലമാണ്? തീസ്ത, ഫെനി എന്നീ നദികളിലെ ജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ച ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. ബംഗ്ലാദേശ്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്? കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ. അമ്ലത്തിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം? അമ്ലത്തിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹമാണ് അലൂമിനിയം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അലൂമിനിയം. ഓറം എന്ന പേര് ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓറം സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓറം സ്വർണം. ദ്രവ്യത്തിന്റെ അളവ് കണക്കാക്കുന്ന ഏകകം? ദ്രവ്യത്തിന്റെ അളവ് കണക്കാക്കുന്ന ഏകകം ഏതാണ്? മോൾ ആണ്. മോൾ. ദ്രവ്യത്തിന്റെ അളവ് കണക്കാക്കുന്ന ഏകകം ഏതാണ്? മോൾ. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ ഏതാണ്? പൂജപ്പുരയാണ്. പൂജപ്പുരയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ. ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായിട്ട് ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി? ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായിട്ട് ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് സേതു ഭാരതം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സേതു ഭാരതമാണ് ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായിട്ട് ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? പത്രത്തിന്റെ പേരെന്താണ്? ഷോം പ്രകാശ്. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പത്രത്തിന്റെ പേര് ഷോം പ്രകാശ്. കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ അറിയപ്പെടുന്നത്? കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. ഇന്ത്യയുടെ പ്രഥമ പൗരനാകാൻ വേണ്ട കുറഞ്ഞ പ്രായം? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 ആണ്. 35 വയസ്സാണ്. 35 വയസ്സ്. ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്? വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് 1858. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ജനറൽ ഡയർ. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലം. ഗാന്ധിജിയുടെ ഭൂദാന പ്രസ്ഥാനം പ്രാവർത്തികമാക്കിയ വ്യക്തി? ഗാന്ധിജിയുടെ ഭൂദാന പ്രസ്ഥാനം പ്രാവർത്തികമാക്കിയ വ്യക്തി വിനോബ ഭാവെയാണ്. വിനോബ ഭാവെ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ പ്രസംഗിച്ചത് എവിടെയാണ്? ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ പ്രസംഗിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ പ്രസംഗിച്ചത് കോഴിക്കോട്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥ? രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ്
ത്രോംബോസിസ് എന്നത് രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന രോഗാവസ്ഥയാണ് ത്രോംബോസിസ്. ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം. ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ചത് 1956 ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം 1956. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് അരവിന്ദ ഘോഷാണ്. ഓപ്ഷൻ എ അരവിന്ദ ഘോഷ്. രാജ്യസഭയുടെ കാലാവധി എത്ര? രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭ സ്ഥിരം സഭയാണ്. എന്താണ് ഡാൾട്ടനിസം എന്താണ്? നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. നെപ്പോളിയൻ ചക്രവർത്തിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര്? നെപ്പോളിയൻ ചക്രവർത്തിയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ആണ്. ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സ്മാരക നാണയം ആരുടേതായിരുന്നു? ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സ്മാരക നാണയം ജവഹർലാൽ നെഹ്റുവിൻ്റെതായിരുന്നു. ജവഹർലാൽ നെഹ്റു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ജഹനാര ഷാനവാസ് ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. ജഹനാര ഷാനവാസ്. അവായു ശ്വസനത്തിലൂടെ പേശികോശങ്ങളിൽ രൂപപ്പെടുന്നത്. അവായു ശ്വസനത്തിലൂടെ പേശികോശങ്ങളിൽ രൂപപ്പെടുന്നത് ലാക്ടിക് ആസിഡ് ആണ്. ലാക്ടിക് ആസിഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് സിംഹവാലൻ കുരങ്ങാണ്. സിംഹവാലൻ കുരങ്ങ്. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായത് 27 ദിവസമാണ്. 27 ദിവസം. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂറോൺ ആണ്. ന്യൂറോൺ. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് സമപ്രവേഗത്തിന് ഉദാഹരണമാണ്. സമപ്രവേഗം. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. കോൺവെക്സ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? ദേശീയപാത 544 ബന്ധിപ്പിക്കുന്നത് സേലവും കൊച്ചിയുമാണ്. സേലം, കൊച്ചി. ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സേലം, കൊച്ചി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.